ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ട് പോണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിന്നറിന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അതായത് ഇവളെ ഇപ്പച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ട്രീറ്റ് തന്നിട്ടുണ്ട് ഡിന്നർ രാത്രിക്കത്തെ. അപ്പോൾ എപ്പോൾ പോകാൻ എപ്പോഴും ഉച്ചക്ക് വേണമെങ്കിൽ ഉച്ചക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് രാത്രിക്കത്തെ ഇതാണ് ഇഷ്ടം എന്ന് പറയും, വൈബാണ് ഓൾക്ക് ഇഷ്ടം എന്നാണ്. അപ്പോൾ പിന്നെ രാത്രിക്കൊക്കെ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് നിലമ്പൂർക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷമൊക്കെ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നിലമ്പൂരിലുള്ള ജനതപ്പടിയിലുള്ള മുസല്ലിക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഷാലുവാണ് കേട്ടോ കൊണ്ടുപോയത്. അവിടെ പോയാൽ നല്ല രസമാണ്, അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അവൻ്റെ സ്കൂളിൻ്റെ അടുത്ത്, അതായത് മനവേദ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വെള്ളിയാഴ്ചയൊക്കെ ഉച്ചക്ക് നല്ല സമയമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊക്കെ പോവാറുണ്ട്. അപ്പോൾ അവന് വന്ന് പറയാറുണ്ട് മുസല്ല നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഏതായാലും ആദ്യമായിട്ടാണ് മുസല്ലയിൽ കയറുന്നത്, ഞാനും കുട്ടികളും തനു കേട്ടോ. ഷാലു പിന്നെ ഇടയ്ക്കൊക്കെ കയറി എന്തൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ, ഷാലു പറഞ്ഞു താഴെ വേണ്ട നമുക്ക് മുകളിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ ഇതിലാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ ഐഷു അയിമയ്ക്ക് ഭയങ്കര സന്തോഷം അവർക്കൊക്കെ കേട്ടോ ഇങ്ങനെ പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഷാലുവിനും തനുവിനും അതേപോലെ ഐഷുവിനും അയിമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിത് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ ഉള്ളിൽ ചെന്നപ്പോൾ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു സൈഡ് കോർണറിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു സർക്കിൾ ഷേപ്പിലുള്ള ടേബിളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ 2 ചെയറും പിന്നെ സോഫയാണ് കേട്ടോ ഉള്ളത് ഒരു സൈഡ് ഭാഗത്ത്. അപ്പോൾ ഞാനും കുട്ടിയൊക്കെ സോഫയിലാണ് ഇരിക്കുന്നത്, തനുമോളും ഐശുവൊക്കെ ചെയറിലുമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഷവായ്ക്കും മന്തിക്കുമാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഞ്ഞി ഇവിടെ വന്നോ, ഐമീസിനെ കാണാൻ വയ്യ കേട്ടോ. ഐമീസിൻ്റെ ഡിഷ് ഐമീസടെ ഐമീസടെ അടുത്ത ആള് ഐസ്മോളൊക്കെ തക്കണം ഇവിടെ എത്തി. ആകെ അലക്കോല. അപ്പൊ ഞങ്ങൾ ഫുഡ് വന്നിട്ട് ഇനി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് എത്തുന്നതിന് മുന്നേ തന്നെ അവർ പ്ലേറ്റൊക്കെ ആദ്യം തന്നെ കൊടുന്ന് വെച്ചിട്ടോ. പ്ലേറ്റ് കൊടുന്ന് വെച്ചതോടുകൂടി ഐശുവിനും അമ്മിക്കും അവിടെ ഉണ്ടായിരുന്നു ടൊമാറ്റോ സോസ് അതിൽ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ തോണ്ടി കഴിക്കണം പറഞ്ഞു. അപ്പോൾ 2 പേർക്ക് അങ്ങനെ കുറച്ച് പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അവർ കഴിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതാണ്, കാരണം വെച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുകയും ഇത് വന്നതുകൊണ്ട് പിന്നെ അവിടെ തന്നെ അടങ്ങി നിന്നിട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് മന്തി റൈസും കുബൂസും അതുപോലെ തന്നെ നമ്മളെ ഷവായൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഷവായൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ചട്നികളും പിന്നെ അതിൻ്റെ സൈഡ് ഡിഷുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കുബൂസാണ് ഉണ്ടായിരുന്നത്. നല്ല കുബൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലേക്ക് ഇങ്ങനെ ആക്കിങ്ങാണ്ടായിരുന്നു കുബൂസ് കൊടുന്ന് വെച്ചിരുന്നത്. അപ്പോൾ കുബൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മന്തി റൈസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷവായ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഷവായ തന്നെയാണ് ഇതിന് പറയാൻ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചത്. വേറെ എവിടെയൊക്കെയാണ് ഉള്ളത് എനിക്കറിയില്ല. ഷാലു പറഞ്ഞു ഇവിടെ ഷവായ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നാൽ മതി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മുസല്ലിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തനുമോളാണ് കേട്ടോ എല്ലാവർക്കും ചോറ് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്. ഷാലുവിന് പിന്നെ ഒരു കൈ കൊണ്ട് ഒന്നിനും വയ്യല്ലോ. അപ്പോൾ തനുമോളോട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം, നീ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും അവളാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ എല്ലാവർക്കും അവൾ ഇട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ ചിക്കനും കൂടി ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഒരു പീസ് എടുത്തപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിയുന്നില്ല മെച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ തന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ വെയിറ്റർമാർ ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുന്ന് തരണമെന്നൊക്കെ ചോദിച്ചിരുന്നു ആദ്യം. അത് വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുന്നു തന്നാൽ മതി, ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അവരോട്. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മടിച്ച് കഴിക്കട്ടെ കേട്ടോ. അതോ നല്ല എരിവുണ്ട്, സ്പൈസിയാണ്. കഴിഞ്ഞോ?
പോലെ അപ്പൊ അവിടെ കഴിഞ്ഞു കനുമോള് ഒരു ഫുള്ള് ഷവായി എടുത്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാനും ഷാലും മാത്രം ഇരുന്ന് കഴിച്ചിട്ടാണ്. പൈസ കൊടുക്കട്ടെ വിചാരിച്ചിട്ട് ഇവ ഇരുന്ന് കഴിച്ചിട്ട് കേട്ടോ. ഇത് തൊട്ട് നോക്കിയിട്ടില്ല. കഴിച്ചു കഴിഞ്ഞ് കുറച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു. ഇവ ഞാൻ കഴിച്ചത് കഴിക്കലൊന്നും നിവർത്തില്ല. ഈ കനുമോളൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് പറഞ്ഞത്. നമുക്ക് കണ്ടപ്പോൾ തന്നെ അത് വേണ്ടത് പറഞ്ഞു. ഞാൻ കയ്യൊക്കെ വരുന്നത്. അപ്പം ദാട്ടോ ഞങ്ങൾ കഴിച്ചതാക്കണം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഞാനും ഷാലും മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പോവല്ലേ? അപ്പം ദാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഐശ്വര്യൊക്കെ ദാ പോണ് ഓക്കെ. അപ്പോൾ കഴിച്ച് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോകും കേട്ടോ. അപ്പൊ ദാ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഐമീസ് ഇതാ നമ്മൾ ഐസ്ക്രീമിന്റെ ബോക്സ് കണ്ടത്. അപ്പൊ അവിടെ നിന്ന് കണ്ട് ചിണുങ്ങാൻ തുടങ്ങി. ഓൾക്കും വേണമെന്ന് പറഞ്ഞു കണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ അതായത് ചെറിയൊരു 5 പേർക്കും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയാണ്ട് അവിടുന്ന് പോന്നു കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കാനൊന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാനെന്നുള്ള ഒരു സെറ്റപ്പ് ഒന്നും അവിടെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത് വാങ്ങിയാണ്ട് പുറത്തേക്ക് ഞങ്ങൾ വണ്ടിന്റെ അടുത്തേക്ക് വന്നുകാണ്ട് ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. ഐസ്ക്രീം ഞങ്ങൾ പുറത്ത് വന്ന് കഴിക്കുകയാണ് ഗൈസ്. ഐമീസും ഇങ്ങോട്ട് നിന്ന ഐസുമ്മ വീണു. ഐസുമ്മ അവിടെ നിന്നട്ടോ. ഞാനിതോട്ടെ കഴിക്കുക ഗൈസ്. അപ്പം ഞങ്ങളിപ്പോൾ വുഡ് ബെയിനിലാണ് കേട്ടോ. അതായത് തനിമോൾ അവിടുന്ന് ഷവായി മന്തി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഓളൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെ ഇപ്പച്ചിക്ക് ആകെ ടെൻഷനാകും. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾ ബ്രോസ്റ്റും ഷവായി ഇനി ഓർഡർ കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്രോസ്റ്റ് ഇല്ല. അപ്പം ഇനി ബ്രോസ്റ്റ് ഇല്ല. വുഡ് ബെയിക്ക് കണ്ടിട്ട് ഞങ്ങൾ വന്നിക്കണേ. അപ്പം ഞങ്ങൾക്കൊരു ബ്രോസ്റ്റ് വാങ്ങി കൊടുക്കട്ടെ. ഓക്കെ. അപ്പോൾ അടുത്ത സീറ്റ് പിടിച്ചിരിക്കണം കേട്ടോ. ഷാല് പിന്നെ വന്നിരിക്കാൻ പോവുകയാണ്. ഇനി കഴിക്കാൻ വയ്ക്കും എനിക്ക്. അപ്പം പിന്നെ പാർസൽ വാങ്ങിയില്ല. അവൾക്ക് ഞങ്ങളെ അവിടുന്ന് കഴിച്ചതല്ലേ. അപ്പം ഞോളിയും കൂടി ഇവിടെ കഴിപ്പിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം ഇവിടെ ഇതാക്കത് ഇതിൻ്റെ വുഡ് ബെയിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഹൈമിസിനും കഴിക്കാൻ പോവുക. അവിടുന്ന് വെറും സോസ് മാത്രം കഴിച്ചു പോകുന്നു. അപ്പോൾ ഇതാ നമ്മൾ ബ്രോസ്റ്റ് എത്തി. ഇത് നമ്മൾ തനിമോള് അതിലത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ കേട്ടോ. അതാ അടുത്താളും ഇരുന്നിക്കണം കേട്ടോ. കഴിച്ച ഐശു ഐമിയൊക്കെ അവിടെ ഇതിൽ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നുവെച്ച് കണ്ടോ ആളെ ഒരു ഏട്ടല്ലേ വെച്ച്. തനിമോളെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓൾക്ക് ബ്രോസ്റ്റാണ് ഇഷ്ടം, വേറെ ഏതും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഷവായ കഴിക്കാത്തതുകൊണ്ടാണ് അത് ഞാൻ ശാലൊന്ന് ട്രൈ ചെയ്തത്. അത് അവൾക്ക് പറ്റിയതുമില്ല. ഒരു പൊട്ടും കൂടി ഒന്ന് സാമ്പിൾ നോക്കാനും കൂടി അവൾ എടുത്തില്ല. സാമ്പിൾ നോക്കിയോ? അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തിയിട്ട് 2 സ്ഥലത്ത് നിന്ന് ഇന്ന് ഞങ്ങളെ ട്രീറ്റോട് കഴിച്ച് പോകുന്നുട്ടോ. അത് മുസല്ലി പോയി കണ്ട് ഞങ്ങൾ ഷവായും അതൊക്കെ കഴിച്ച് കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ വുഡ് ബെയിൽ പോയി തനിമോക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്ത് അങ്ങനെ പോകുന്നുട്ടോ. അവൾ ആകെ ഒരു പീസ് കഴിച്ചിട്ടുള്ളൂ. ഷാലും തനും മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളൂ. ഞാനൊന്നും എനിക്ക് പിന്നെ ഏതായാലും അത് കഴിക്കാനില്ല ഏട്ടൊന്നുമില്ല കേട്ടോ. കാരണം ശരി ഷവായി ഞാനും ഷാലും മാത്രം കഴിച്ചുകൊണ്ട് ഏതായാലും ഇനി വേസ്റ്റാക്കി കളയേണ്ട വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കഴിച്ചു. പിന്നെ ചൊന്നിന് വയ്യ കേട്ടോ. അവള് ബ്രോസ്റ്റ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. സ്ഥലം വേണ്ട കഴിക്കാൻ. അപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് പാർസലാക്കി കൊടുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും എത്തി. ഷാലോടെ കിടന്നു. തനിമോളൊക്കെ ഡ്രസ് മാറി മേലെ കഴിക്കാൻ പോയിക്കണ്. അപ്പോൾ ഞാനിങ്ങനെ മേലെ കഴിക്കാണ്ട് ഒരൊറ്റ കടുത്ത സമയം 10 മണിയായിട്ട് ഇവിടെ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്ക് ബൈ ബൈ.